ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭാരതത്തിലെ വീരപുത്രി ക്ലാരസഭയുടെ തിലകക്കുറി. ദൈവത്തിന് പ്രിയപ്പെട്ടവൾ. ആരാണിവൾ? 1910 ആഗസ്റ്റ് 19 കുടമാളൂരിൽ ജനിച്ച് മുട്ടച്ചിറയിൽ വളർന്ന് ദൈവത്താൽ ഭരണകാലത്തേക്ക് വിളിക്കപ്പെട്ടവൾ. ജോസഫിന്റെയും മറിയത്തിന്റെയും മകൾ അന്നക്കുട്ടി. നന്നേ ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയ അവൾക്ക് പരിശുദ്ധ അമ്മ അമ്മയായി മാറി. അവൾ നിരന്തരം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധ കന്യാകമറിയാമേ, എൻ്റെ അമ്മേ, എൻ്റെ ഹൃദയം അങ്ങേ തിരുക്കുമാരനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പൂങ്കാവനമാക്കി മാറ്റണമേ. വലുതായപ്പോൾ തന്റെ സഹനങ്ങളിലൂടെ ഈശോയ്ക്ക് ബലിയർപ്പിച്ചു. ഈശോയുടെ മണവാട്ടിയാവാൻ ആഗ്രഹിച്ച അവൾ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി തന്റെ ശരീരം പൊള്ളിച്ച് വിരൂപമാക്കി. 1927 ആഗസ്റ്റ് 2 ശിരോവസ്ത്രം സ്വീകരിച്ചു. അങ്ങനെ അൽഫോൻസാമ്മയായി. 1930 മെയ് 19 ഈശോയുടെ മണവാട്ടിയാവാനുള്ള അവളുടെ ആഗ്രഹം സാധിച്ചു. കുട്ടികൾക്ക് അധ്യാപക എന്ന പോലെയല്ല, ഒരമ്മയെ പോലെയായിരുന്നു അൽഫോൻസാമ്മ. രോഗാവസ്ഥയിൽ വിശുദ്ധ കൊച്ചു തെരേസയും വിശുദ്ധ ചാവറയച്ചനും ഈ പുണ്യജന്മത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സ്വാതന്ത്ര്യമരുതി. കേവലം 36 വർഷത്തെ ജീവിതത്തിൽ അവൾ എല്ലാവരെയും സ്നേഹിച്ചു, ഈശോയെയും സ്നേഹിച്ചു. അങ്ങനെ സേവന തുല്യമായ ജീവിതം കാഴ്ചവെച്ചു. 1946 ജൂലൈ 27 രോഗം കഠിനമായി. 1946 ജൂലൈ 28 ഈശോ മറിയം യൗസേപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. ബഹുമാനപ്പെട്ട റോമുലോസ് അച്ഛനാണ് മൃദു സംസ്കാര ശുശ്രൂഷ നൽകി വിജയ സന്ദേശം നൽകിയത്. 2008 ഒക്ടോബർ 12 വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇപ്പോഴും അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. കേരളത്തിലെ വീരപുത്രനെന്നും അൽഫോൻസാമ്മ അറിയപ്പെടുന്നു. പ്രിയ കൂട്ടുകാരെ, നമുക്കും അൽഫോൻസാമ്മയെ പോലെ ആകേണ്ടേ? അതിനെന്ത് വേണം? അൽഫോൻസാമ്മയെ പോലെ പ്രാർത്ഥിക്കണം, സ്നേഹിക്കണം, സേവിക്കണം. ഏവർക്കും തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ജയ് ക്രൈസ്റ്റ്.